ആളുണ്ടായിട്ട് കാര്യമില്ല. നമ്മളെ ചങ്ക അവിടെ എത്തില്ല കേട്ടോ ചങ്ങായിമാരെ. ഒരു വെറൈറ്റി കണ്ടന്റ് കേട്ടോ. നല്ല താഴ്ചയുള്ള ഡേഞ്ചർ ആയിട്ടുള്ള കിണറ്റിൽ 2 നായ്ക്കൾ വീണ് ചത്തുപോയി. തേഞ്ഞിപ്പലം ട്രോമാ കെയർ യൂണിറ്റിലെ വളണ്ടിയേഴ്സിനൊപ്പം ചേർന്നിട്ട് ഈ ചത്ത നായ്ക്കളെ കിണറ്റിൽ നിന്ന് എടുത്തിട്ട് ആ കിണർ എങ്ങനെ ക്ലീൻ ചെയ്യുന്നു എന്നുള്ള വിഷ്വൽസ് അങ്ങോട്ട് കണ്ടാളി. ഈ കിണറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ ഡേഞ്ചറാണ്. കിണറിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി വന്നിക്കുകയാണെങ്കിൽ കണ്ട് തിരിച്ചു പോകാം. നേരെ മറിച്ച് പണിക്കും വേണ്ടി വന്നിക്കുകയാണെങ്കിൽ പണിക്കാരിത് പെട്ടെന്ന് ഏൽക്കൂല. അതിൻ്റെ മെയിൻ കാര്യം എന്താ പറയുക, ഈ കിണറിൻ്റെ ടോപ്പിൽ നല്ല ഓളോബ്രിക്കോണ്ട് കെട്ടിയ സൂപ്പർ അൾമാറുണ്ട്. പക്ഷേ ഈ അൾമാറ കെട്ടിയ കെട്ടടക്കം മണ്ണിന്ന് കെട്ടിയതാണ്. കിണറിൻ്റെ അടി തൊട്ട് മുകളിൽ വരെ പാറല്ല. അപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ കിണറിൻ്റെ ഉള്ളിൽ 2 സൈഡിലെ കെട്ടിൻ്റെ അടിയിൽ നിന്ന് നല്ല മണ്ണ് ഇടിഞ്ഞിട്ടൊരു ഗുഹ പോലെ കെടുക്കുന്നുണ്ട്. ഇപ്പം ആ കിണറിൻ്റെ അൾമാറ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ അവിടെ കെട്ടിയ സിമെൻറ്റിൻ്റെ പവർമേൽ മാത്രമാണ്. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ നമ്മളെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ പണി ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ ഈ സൈറ്റിൽ ഇത്രയും താഴ്ച ഉണ്ടായിട്ട് പോലും ഇവിടെ ഇറങ്ങാൻ ഞങ്ങളെ ധൈര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കട്ട സപ്പോർട്ടായിട്ട് കിണറിൻ്റെ മുകളിൽ തേഞ്ഞിപ്പലം ട്രോമാ കെയർ യൂണിറ്റിൻ്റെ ഫുൾ വളണ്ടിയേഴ്സും ഫുൾ ഫെസിലിറ്റി പോരാത്തതിന് ഓരോ മൂമെൻറ്റിലും പക്ക സേഫ്റ്റി ചെയ്ത് തരുന്നത് ആരാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മീൻചന്ത ഫയർഫോഴ്സിൻ്റെ കീഴിലും ചേലാമ്പ്ര പഞ്ചായത്തിൻ്റെ സിവിൽ ഡിഫൻസ് കോർഡിനേറ്ററുമായിട്ടുള്ള വിജയ് സാർ കേട്ടോ. മൂപ്പര് നമ്മളോട് ആക്ര പിടിച്ച് ഇറങ്ങാൻ സമ്മതിക്കില്ല. അതായത് ഞങ്ങൾ എല്ലാ കിണറ്റിലും നമ്മളിതൊക്കെ നോക്കാതെ പെട്ടെന്നൊക്കെ ചാടി പിടിച്ച് ഇറങ്ങലാണ്. അതൊന്നും ഇവിടെ സമ്മതിക്കില്ല. കുറച്ച് ടൈം നേരം വൈകിട്ടാണെങ്കിലും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പം ഫസ്റ്റത്തെ ഒരു ചെക്കപ്പ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു വക്കത്തിൽ ഒരു മെഴുകുത്തിരി കത്തിച്ച് കണ്ട് കിണറിൻ്റെ അടി വരെ ഇറക്കി നോക്കി. അപ്പോൾ അത് കത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതിൽ എയർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് സക്സസ് ആയിട്ടോ. പിന്നെ ഈ കിണറിലുണ്ടല്ലോ 2 നായ്ക്കൾ ഒപ്പരം വീണതാണ്. ഒരു നായ് വീണിട്ട് റിങ് ഇട്ട കിണറാണ്. 5 കഞ്ചിൻ്റെ ഒരു റിങ്ങാണ്. അപ്പോൾ ഒരു നായയുടെ ഉള്ളിക്കാട് വീണിക്കണ ഒന്നവിടെ തങ്ങിന്ന്. അപ്പോൾ ഈ തങ്ങിന്ന നായ് വേഗം ചത്തുക്കണല്ലേ. അതുകൊണ്ട് തന്നെ കിണറ്റിൻ്റെ മുകളിൽ വരെ നിൽക്കാൻ പറ്റുന്നില്ല. എമ്മാതിരി വാസന എന്ന് പറയാം. അതിനുകൊണ്ട് നമുക്ക് 2 മാസ്ക് തന്നിട്ടുണ്ടെന്ന് മാത്രമല്ല പിന്നെ നമ്മൾ ഫാനും പാടെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാൻ ഇറക്കിയുള്ള ലാഭം എന്താ പറയുക, പണിയെടുക്കാനൊരു സുഖം ഉണ്ടാവും. മാത്രമല്ല വിജയ് സാർ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഫാൻ ഇറക്കുന്ന സമയത്ത് ഒരുപാട് റെസ്ക്യൂ ചെയ്ത എക്സ്പീരിയൻസുള്ള ആൾക്കാർ കേട്ടോ. അവിടെ കെട്ടി നിൽക്കുന്ന ആ ഒരു സ്മെല്ല് പുറം തള്ളും. അപ്പോൾ ആ ഒരു എല്ലാ സെറ്റപ്പിനും വേണ്ടിയിട്ട് ഇതാ ഫാനും പാടെ ഇറക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. വായുവിന്റെ വിഷയം എന്തൊക്കെ ഉണ്ടോ? മാസ്ക് വേണോ എനിക്കോ? എനിക്ക് മാസ്ക് സാധനേ വേണ്ട. ആ വെറ്റങ്ങൾ അതികൊളി കിണറിൻ്റെ അടി എന്ന് പറഞ്ഞാൽ വളരെയധികം പരിതാപകരമാണ്. നല്ല താഴ്ചയുള്ള കിണറാണ്. അവിടെ കൊണ്ട് വീണ് 2 ആൾക്ക് അവിടേക്ക് പോകാനുള്ള വകുപ്പുണ്ട്. കാലടിക്കാം അങ്ങ് കയറ് ചെയ്യാം. ഈ കൊട്ടക്കാരൊന്ന് ലൂസാക്കണോ? ഇതാട്ടോ ഈ ഓക്കെ തുടങ്ങാണേ. കുറച്ച് തൊപ്പ പോയ സ്ഥലമൊക്കെ എടുത്തുക്കണേ. ആ 4 ദിവസമായിട്ടുള്ളൂ. അടക്കട്ടെ പോലെ ഒരൊറ്റ ട്രിപ്പ് നിങ്ങൾ കയറ്റിയാലോ? ആ മണ്ണടക്കം കിണറ്റിക്ക് വികാത്ത പോലത്തിൽ. ഓക്കെ അമ്മാതിരി സ്മെല്ലാണോ? ഞങ്ങൾക്ക് പൊക്കാൻ കഴിയോ? ആ ഒരു കൊട്ടിമ എടുക്ക, അത് കയറ്റിക്കോട്ടെ. പോട്ടെ തള്ളിയാ മതി. കൈ പിടിച്ചാളി, ഒറ്റ കൈയൊന്ന് പിടിച്ചാളിയാ. നേരെ ജാഗ്രത തരികട്ടെ. ഇതിനൊരു കുയ്യൊക്കെ റെഡി ആയിക്കോളൂ. നേരെ അതിലൊന്നും ഇപ്പോഴല്ല ആവശ്യമുണ്ട്. അടുത്ത ചാക്കോടെ ഇത് വെച്ച് കെട്ടി കയറേണ്ടി വരും. കയ്യിലെടുത്തിട്ടോ, കയ്യിലെടുത്ത് ചെറിയ ഞാൻ നോട്ടോ അങ്ങനെ നോട്ടോ. ഇവിടെ എത്ര വലിപ്പുണ്ടെന്നറിയോ? ഒരു 2 ആളെ വീട്ടിൽ കെട്ടി ഒരാളായിട്ടും സെറ്റല്ല. ആ എടുക്കണ്ട
എടുക്കണ്ടോ എടുത്തോ വലിയ വലിപ്പമില്ലാത്ത കുട്ടിയാട്ടോ പോട്ടെ ഇനി എത്ര വെള്ളം കഴിക്കാ പോലെ പോലെ ഒറ്റ ആ വെള്ളം ഒഴിഞ്ഞു പോട്ടെ ഒരു 100 പോയിച്ചാലേ മണ്ണ് വെളുക്കണ മണ്ണാ മണ്ണുള്ളൊക്കെ എങ്ങനത്തെ ആ മോട്ടർ നേരെ നിറയ്ക്കാന്നല്ലോ വെള്ളം ഞാൻ മുട്ടിലേറൊക്കെ ഈച്ചുണ്ടോ മണമില്ലാത്ത ഇതാണ് അങ്ങോട്ട് ഇറക്കിച്ചിട്ട് കഴിക്കാം വാട്ടർ വരുന്നുണ്ട് മോനോട്ടാ ഒന്ന് ജാഗ്രത ആ ക്യാബിളും ലൂസാക്കാൻ കേട്ടോ ക്യാബിളും വയറും അവിടെ തന്നെ നോളി പിന്നെ ഏകദേശം വെള്ളം പോയി 2-3 കുളവേ 30 പിടിക്കോളി 32 എന്ന് പറഞ്ഞേ 32 ഞങ്ങളെ നിങ്ങൾ ഓണാക്കിയാണ് ആ കുണ്ടോയിക്കോട്ടെ അത് നന്നാവും എവിടേക്ക് അവിടെ താഴ്ചയുണ്ട് ആ ഓണാക്കിയോളി അതിൽ പിടിച്ചോളി ഏയ് കിണറിൻ്റെ ഇവിടെ ഉണ്ടായിന് വലിയൊരു ഗുഹ ഉണ്ട് ആ ഗുഹയൊക്കെ തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിവാക്കണത് കേട്ടോ ഇടയ്ക്ക് ആ സൂപ്പറായില്ലേ കുറച്ചങ്ങോട്ടും ആക്കാം ഒന്ന് ഓഫാക്കി ആ വരുന്നുണ്ട് ഇതാണ് വലിയ നാളത്തെ കണ്ടോ വയ്ക്കുക ഇതിപ്പോ ഒഴിച്ചോടിട്ടുണ്ട് അവിടേക്ക് ഇത് ഒഴിച്ചു കാണ്ടേ ആ കാലൊക്കെ ചെയ്യാം നമ്മള് അത് നോക്കട്ടോ ലോഡ് ഉണ്ടാവട്ടോ ആ കാല് വെള്ളർക്കുണ്ട് അപ്പൊ കിണറിലെ നമ്മളെ പരിപാടി ഫുള്ള് തീർന്നുണ്ട് സൂപ്പറാക്കി എടുത്ത് ഫിനിഷിങ് കണ്ടോളി. അതിന്റെ മുമ്പ് ഇവിടെ വലിയൊരു ഗുഹ ഉണ്ട്. പെരക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ആ ഗുഹമ്പാടെ കാണിച്ചു തരാം. ഇതാ ഈ സൈഡും കുഴപ്പമില്ല, ഈ സൈഡും കുഴപ്പമില്ല. 5x5 റിംഗ് ആണ്. പക്ഷെ ഈ കാണുന്ന ഏരിയ മൊത്തമായിട്ട് വലിയ ഗുഹ കേട്ടോ. ഏകദേശം ഒരു 3 മീറ്റർ നീളം, 2.25 ഹൈറ്റ്, കറക്റ്റ് ഹൈറ്റ് വരെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടിയ കുറച്ച് വെള്ളം നമ്മൾ ഈ കുണ്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഒക്കെ ഇനി ഫിൽറ്റർ ആയിട്ട് മാത്രമേ കിണറ്റിക്ക് എത്തുള്ളൂ. കിണറ്റിക്ക് എത്താനുള്ള വകുപ്പില്ല, കാരണം 30 പടവളുണ്ട്. എടുത്താ നമ്മളെ ചങ്ക അവിടെ നിന്നിട്ട് എത്തില്ല കേട്ടോ. ഇത്രയും സംഭവമാണ്. അപ്പോൾ പെരക്കാർ എന്ത് ചെയ്യണം വെച്ചാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത വേനൽക്ക് എന്ത് ചെയ്യണം, ഈ റിങ് മൊത്തം കൂട്ടി കെട്ടി സെറ്റാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടുന്ന് ഇടിഞ്ഞു വീണാൽ മുകളിൽ മൊത്തം ഇടിഞ്ഞു പോകും. ഡേഞ്ചറായ കിണറാണ്. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം സൂപ്പറാക്കി തീർത്തു കൊടുത്തിട്ടുണ്ട്. സൂപ്പറായില്ലേ, സെറ്റോ കേട്ടാ തൂക്ക റെഡിയല്ല. എങ്ങനെ പോട്ടെ കൂടുതൽ ഇത് മറ്റേ ടൈറ്റ് ആക്കി, സേഫ്റ്റി ടൈറ്റ് ആക്കി. ഈ പടവ് മൊത്തം മണ്ണിന്റെ പടവാ. ആ ഇപ്പൊ നൈസായിട്ട് ഇങ്ങനെ അതിന്റെ കൂടുതൽ പെറ്റും വന്നാല് നാക്കായി. ഇല്ല ഊണപ്പോൾ ഒച്ചണ്ടേ.
അപകടം പിടിച്ച കിണറ്റിലിറങ്ങി 2 നായിനെടുത്തു, വെള്ളം വറ്റിച്ചു, മണ്ണ് വാരി, പുതിയ വെള്ളം ഇറക്കി, പടവ് കേകി. അതായത് ഞങ്ങൾ ഏൽപ്പിച്ച വർക്ക് നമ്മൾ സെറ്റപ്പ് ആക്കി ഇതാ മുകളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ വർക്കിൽ നമ്മളെ കടപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മളെ സേഫ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ധൈര്യം തന്ന വിജയ് സാറോടാണ്. പിന്നെ നമ്മളെ കൂടെ നിന്ന കട്ട ചങ്കുകളായിട്ടുള്ള തേഞ്ഞിപ്പലം പഞ്ചായത്തിൻ്റെ ട്രോമാ കെയർ യൂണിറ്റിനോട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചു നോക്കാം. ദുരന്ത നിവാരണ സേനയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ പിന്നെ അപ്പോൾ ഇതിപ്പോൾ 4 ദിവസമായിട്ടുണ്ട്, ചത്തുപോയിട്ടുണ്ട്. ഞങ്ങൾ ചാവാതെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കാറ്. പക്ഷേ ഇത് കുറച്ച് ലേറ്റ് ആയി പോയി. പരമാവധി ഞങ്ങളുടെ എല്ലാവരും ജീവനക്കാരാണ്, ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. സമയം മാറ്റി വെച്ചിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായവും ചെയ്യും. തുടർന്നും എല്ലാവർക്കും ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാലും ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വളരെയധികം ഫാസ്റ്റായി ആക്റ്റീവായി പ്രവർത്തിച്ച് ട്രോമാ കെയർ പ്രവർത്തകരിലേക്ക് വർക്ക് എത്തിച്ച ചേലാമ്പ്ര പഞ്ചായത്തിൻ്റെ 2ാം വാർഡ് മെമ്പറെ കുറച്ച് അഭിപ്രായം പാടെ അങ്ങോട്ട് കേട്ടാളി. എൻ്റെ പേര് പ്രജിത എന്നാണ്, 2ാം വാർഡ് മെമ്പറാണ്. ഇങ്ങനെ ട്രോമാ കെയർ ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തതിന് ഇവർക്ക് എൻ്റെ സ്വന്തം പേരിലും വാർഡിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്താ വെച്ചാൽ അത്രയ്ക്ക് ഒരു പാവപ്പെട്ട ഒരു ചേച്ചിയുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായത്. അപ്പോൾ ഓരെ വിളിച്ച്, അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഒരു DRF എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഒരു നില ഉച്ച വരെ വന്ന് നോക്കി. അപ്പോൾ കിണറിൻ്റെ ഒരു ആഴം എന്ന് പറഞ്ഞാൽ 30 അടി താഴ്ചയുള്ള കിണറാണ് പോല്. അപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ പല ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ DRF ട്രോമാ കെയറിനെ ഇവരെ അറിയിക്കണത്. അപ്പോൾ ഒരു ഇന്നലെ വന്ന് നോക്കി, രാത്രി തന്നെ വന്ന് നോക്കി, വിവരം കിട്ടി ആ ടൈമിന് വന്ന് നോക്കി. പിന്നെ രാവിലെ വരാമെന്ന് പറഞ്ഞ് അതിനുള്ള എല്ലാവരും കൊണ്ടുവന്ന്, അതുകൊണ്ട് എൻ്റെ എല്ലാ നന്ദി അവരോട് അറിയിക്കുകയാണ്. ഇത്രയും നല്ലൊരു പ്രവർത്തനം ചെയ്തേ. എനിക്ക് ഞാൻ ഇത് ആരും ഒരു സഹായം ഇല്ലാത്ത ആളാണ്. ഇപ്പൊ ഇത് എല്ലാവരും പാടെ കൂടി നന്നാക്കി തന്നെ എനിക്ക് വലിയ ഉപകാരമായി. ഒരിക്കലും മറക്കൂല. പിന്നെ എനിക്കിപ്പോൾ കാര്യപ്പെട്ട് പറയാനുള്ളത് ഇപ്പം എൻ്റെ കിണർ ഇടിഞ്ഞിക്കണം, മണ്ണ് കോരാനും ആ റിങ് നിറക്കാനും എന്നുള്ള വഴി എൻ്റെ അടുത്തില്ല. ഈ സൈറ്റിലെ ക്ലൈൻ്റ് ആയിട്ടുള്ള ബേബി ചേച്ചിക്ക് ഒരു ആഗ്രഹം പാടുണ്ട്. അതായത് വെള്ളപ്പം കിണറ്റിൽ നിന്ന് മുക്കാണ്, നല്ല താഴ്ചയുള്ള കിണറല്ല. അപ്പോൾ അതിക്കൊരു മോട്ടർ, അതേപോലെ തന്നെ ഡേഞ്ചർ അവസ്ഥയിൽ നിൽക്കുന്ന കിണറാണ്. ആ കിണറൊന്ന് കെട്ടിക്കാണ്ട് ഒരു സുരക്ഷിത സെറ്റപ്പിൽ എത്തിച്ചു കൊടുക്കുക. സംഭവം ചെറിയ പൈസ വരുള്ളൂ. സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും സഹായിക്കുക. അപ്പോൾ ഞങ്ങൾ ചേലാമ്പ്ര പഞ്ചായത്തിലെ മെമ്പറെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം വീഡിയോ വൈൻഡ്.